നോക്കാം ഗൈസ്, നമ്മൾ അമ്മനെ വിളിക്കാൻ പിക്ക് ചെയ്യാൻ പോവാണ്. അമ്മനെ എയർപോർട്ടിലാണ്. നമ്മൾ ഏകദേശം എത്താറായി. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ മാതാശ്രീ ലാൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ മമ്മീനെ പിക്ക് ചെയ്യാനാട്ടോ പോകുന്നത്. അങ്ങനെ പോകുന്ന വരിക്ക് നമ്മൾ കോട്ടയം ലുലുമാളിലൊക്കെ കയറി കുറച്ച് നേരം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തേ. അങ്ങനെ അവിടെ നിന്ന് അൽബേക്കിന് നമ്മളുടെ ചിക്കൻ പോപ്കോൺ ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു ഫിക്സൊക്കെ എടുത്തേ. വീരാനും റഹ്മാനും ഉല്ലാസയാത്രയ്ക്ക് പോയി കാട്ടിൽ കുടുങ്ങിപ്പോയ ഹാല്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ മക്ഡൊണാൾഡ്സിൽ കയറിയേ. മിട്ടു നേരെ അവിടുത്തെ ഗെയിമിംഗ് ഏരിയയിലോട്ടാട്ടോ പോയത്. മിന്നുന് ഗെയിം അറിയാത്തതുകൊണ്ട് അവൾ നൈസായിട്ട് അവൻ്റെ അടുത്ത് ട്രാപ്ഡായേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നേ. അങ്ങനെ മാതാശ്രീയുടെ ലാൻഡിങ്ങിന് അത്യാവശ്യം സമയമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചാട്ടോ സമയം കളഞ്ഞേ. അവിടെ നിന്ന് ഇറങ്ങിക്കാൻ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയേ. അങ്ങനെ ബ്രോസ്റ്റഡൊക്കെ ആട്ടോ മേടിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് മമ്മീനെ വിളിക്കാൻ പോകുന്നതാണേലും ഈ ഫുഡ് അടിയായിരുന്നു കേട്ടോ മെയിൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് എയർപോർട്ടിലെത്തിയേ. അപ്പോൾ കയറുന്നതിന് മുന്നേ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ കയറിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ കയറി ഇവിടെ മാതാശ്രീ വരുന്നത് നോക്കിയിരിക്കുവാണേ. ഈ പിക്ക് ചെയ്യാൻ വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊന്നും കാണത്തില്ല കേട്ടോ തിരിച്ച് കൊണ്ടുവിടുന്ന സമയത്ത്. അങ്ങനെ ആഫ്റ്റർ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മാതാശ്രീ വന്നേ. മമ്മി നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ വെളിയിൽ നിൽക്കുന്നത്. എക്സ്ക്യൂസ് മീ മദർ. മമ്മി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാട്ടോ ഇവിടുത്തെ അവസ്ഥ. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് ആരും ആദ്യം മമ്മിയുടെ കൂടെ ഇരിക്കും, ആര് നടക്കും, അതൊക്കെ ആയിരിക്കും കേട്ടോ വഴക്ക്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് മമ്മിയുടെ വീട്ടിലോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.